ഇസ്രായേൽ തള്ളി. ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ലെബനോനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു. അതേസമയം ഗാസയിൽ 21,000 കുട്ടികളെ കാണാനില്ല എന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദി ചിൽഡ്രൻ അറിയിച്ചു. സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വെക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു. ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം നിർത്തില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളുടെ മോചനത്തിന് താൽക്കാലികമായും ഭാഗികവുമായി വെടിനിർത്തൽ ആകാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം ഹൂതികളും ഹിസ്ബുല്ലയും ഹമാസും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ഹമാസ് മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകുന്നതല്ല ഇസ്രായേൽ എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു